ഇസ്ലാമില് നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമുക്ക് നിർബന്ധമില്ലാത്തൊരു കാര്യത്തെ നമ്മൾ നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മൾ ഖുർആൻ ഓതൽ നിർബന്ധമല്ല. അപ്പോൾ സുബൈന്റെ ശേഷം ഒരാള് ഒരു ജുസു എല്ലാ ദിവസവും ഓതാൻ നേർച്ചയാക്കി. അപ്പൊ അത് നിർബന്ധമല്ലാത്തൊരു കാര്യം അവൻ എന്താണ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. അപ്പൊ നിർബന്ധമാക്കിയാൽ ആ നിർബന്ധമാക്കിയത് ചെയ്യുന്നതിന്റെ പ്രതിഫലം അവന് കിട്ടും. അപ്പൊ അത് വലിയൊരു കൂലി കിട്ടുന്ന കാര്യമാണ്, വലിയ കൂലിയ കിട്ടുക. നേർച്ചയാക്കിയിട്ട് നിർബന്ധമല്ലാത്തൊരു കാര്യത്തെ നമ്മൾ നേർച്ചയാക്കിയ വലിയ കൂലി കിട്ടും. സൂറത്ത് ദഹ്റിൽ കാണാം, ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ ഐന യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറ യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തത്വീറ. എന്താ പറയുന്നവരോ? നല്ല മനുഷ്യന്മാർക്ക് അവർണ്ണനീയവും അനിർവചനീയവുമായിരിക്കുന്ന പാനീയങ്ങൾ സ്വർഗീയ ലോകത്ത് ലഭ്യമാകും. അള്ളാഹുവിൻ്റെ അടിമകള് അവരെന്ത് ചെയ്യുന്നതാണ്? ആ അരുവികളിൽ നിന്ന് അവർ കുടിക്കും. എന്താണ് അവരുടെ സ്വഭാവം? യൂഫൂന ബിന്നദർ, അവർ നേർച്ച പൂർത്തിയാക്കി വീട്ടുന്ന ആളുകളാണ്. നേർച്ച പൂർത്തിയാക്കി വീട്ടുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് വലിയ പ്രതിഫലം പരലോകത്ത് ലഭ്യമാകുന്നതാണ്. വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ, അതിഭീകരമായ എന്താ പറയാ, ഭയാനകമായ അവസ്ഥയുള്ള ദിവസത്തെ അവർ ഭയപ്പെട്ട് ഇരിക്കുന്ന മനുഷ്യന്മാരാണ്. അവരെന്ത് ചെയ്യുന്നത്? നേർച്ച പൂർത്തിയാക്കി വീട്ടുന്നവരാണ്. അപ്പൊ നമ്മളൊരു കാര്യം നേർച്ചയാക്കിയിട്ട് അത് വീട്ടിയ വലിയ കൂലിട്ടുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? അത് സൂറത്ത് ദഹ്റിൽ നമുക്കത് കാണാൻ കഴിയും. അതുപോലെ ഖുർആനിൽ പല സ്ഥലത്തും നേർച്ചനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മുടെ നേർച്ച എന്തിനാണ്? നമ്മുടെ നേർച്ച നമുക്ക് സ്വർഗത്ത് കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധമല്ലാത്തൊരു കാര്യത്തെ നമ്മൾ നിർബന്ധമാക്കുകയാണ്. ഇപ്പൊ ഖുർആനോയിൽ നിർബന്ധമല്ല. അപ്പൊ ഞാൻ ഖുർആൻ ഓതാൻ നേർച്ചയാക്കി പറഞ്ഞാൽ അത് നിർബന്ധമായി. സദക്ക ചെയ്യൽ നിർബന്ധമല്ല, സദക്ക ചെയ്യാൻ നേർച്ചയാക്കി പറഞ്ഞാൽ അത് നിർബന്ധമായി. മനസ്സിലായില്ലേ? അപ്പൊ അതിന് വലിയ കൂലിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് പറഞ്ഞത്, അവർക്ക് സ്വർഗത്ത് അവർണ്ണനീയവും അനിർവചനീയമായ പ്രതിഫലം ലഭ്യമാവും അവർക്ക്. മനസ്സിലായില്ലേ? ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ കാണാൻ നേർച്ചനെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മൻ നദറ അൻ യുതിഅല്ലാഹ ഫൽയുതിഉഹു, ആരെങ്കിലും അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ നേർച്ചയാക്കിയാൽ അവൻ ആ നേർച്ച വീട്ടിക്കൊള്ളട്ടെ. മനസ്സിലായില്ലേ? അതൊരു നല്ല കാര്യം ചെയ്യാൻ നേർച്ചയാക്കി, എന്നാൽ അവനത് ചെയ്യട്ടെ. എന്നാൽ വമൻ നദറ അൻ യഅസിയഹു ഫലാ യഅസി, അള്ളാഹ്ക്ക് എതിര് പ്രവർത്തിക്കാൻ ഒരാൾ നേർച്ചയാക്കിയാൽ ഓനാ നേർച്ച വിട്ടരുത്. ഒരാൾ എന്ത് ചെയ്തു? കള്ളുടിക്കാനും കള്ളും ഞണ്ടും കറിയും ഒരാൾ തീരുമാനിക്കാൻ, ഞാൻ നാളെ രാത്രിയിൽ കള്ളു കുടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, നല്ല നെണ്ടും കറിയും എരും പുളിയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു കുടി കുടിക്കാൻ നേർച്ചയാക്കി എന്നാണ് പറഞ്ഞു. എന്നാൽ അത് വേണ്ട, അത് നിർത്തിക്കോട്ടെ. അതേപോലെ തന്നെ മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ് നേർച്ചന്റെ കാര്യത്തിൽ, നബിയെ, എൻ്റെ ഉമ്മ നേർച്ചയാക്കിയിരുന്നു, പക്ഷെ ഉമ്മ മരിച്ചുപോയി, നേർച്ച വീട്ടാൻ പറ്റിയിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മൂപ്പരോട്, ഫഅഫ്താഹു അൻ യഖ്ളിയഹു അന്നാ, എന്നാ ഉമ്മ നേർച്ചയാക്കിക്കണോ, എന്നാ വീട്ടിക്കളാറും. ഫകാനത്ത് സുന്നത്തം ബഅദു, എന്നാൽ അതിനുശേഷം ഇസ്ലാമിക ലോകത്ത് അത് ചര്യയായി നിലനിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ അമ്മയോ വാപ്പയോ എന്തെങ്കിലും നേർച്ചയാക്കിയിട്ടുണ്ട്, ആ നേർച്ചക്കടം വീട്ടവർക്ക് കഴിഞ്ഞില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവർക്ക് വേണ്ടിയിട്ട് അവർ നേർച്ചയാക്കി നമുക്ക് വീട്ടാവുന്നതാണ്. മനസ്സിലായില്ലേ? മാത്രമല്ല, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ തന്നെ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെല്ലുകയാണ്, എന്നിട്ട് നബിയോട് പറയാം, ഇന്ന ഉഖ്തി ഖദ് നദറത് അൻ തഹജ്ജ ഫഇന്നഹാ മാതത്, റസൂലെ, എൻ്റെ സഹോദരി നേർച്ചയാക്കി, ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കി, അവൾ മരിച്ചുപോയി നബിയെ, എന്താ ഞാൻ കാട്ടുക? അപ്പൊ നബി പറയാ, ലൗ കാന അലൈഹാ ദൈനുന്ന കുന്ത ഖാളിയ, അവൾക്ക് കടണ്ടെങ്കിൽ നീ അത് വീട്ടൂലേന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതെ. അപ്പൊ റസൂലുള്ളാഹി ഫഖ്ലി ഫഖ്ലില്ലാഹ ഫഹുവ അഹഖു ബിൽ ഖളാ, എന്നാ അള്ളാഹ്ക്ക് കൊടുക്കാനുള്ള കടം നീ വീട്ടുക, അതാണ് ഏറ്റവും വീട്ടേണ്ട കടം എന്ന് റസൂലുള്ളാഹി പറയാം. അപ്പൊ മരിച്ചവർക്ക് വേണ്ടിയിട്ട് അവര് നേർച്ചയാക്കിയത് വീട്ടില്ലെങ്കിൽ നമുക്ക് വീട്ടാവുന്നതാണ്, വീട്ടണം എന്നർത്ഥം. അതേപോലെ നേർച്ചയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഉമറുൽ ഫാറൂഖ് വരിക, എന്നിട്ട് ചോദിക്കാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലേ,
ഇന്നി നദർതു ഫിൽ ജാഹിലിയത്തി അൻ അഅ്തകിഫ ലൈലത്തൻ ഫിൽ മസ്ജിദിൽ ഹറാം. ഞാൻ മുസ്ലിം ആകുന്നതിന്റെ മുമ്പ് മസ്ജിദുൽ ഹറാമിൽ ഇത്തികാഫ് ഇരിക്കാൻ നേർച്ചയാക്കിയിരുന്നു എന്നാണ്. ഇസ്ലാമിക്ക് വരുന്നതിന്റെ മുമ്പ് മക്കത്തെ മുശ്രിക്കുകൾ മസ്ജിദുൽ ഹറാമിൽ വരും, അവർ കഅബ തവാഫ് ചെയ്യും, അത് ഹജ്ജ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ റസൂലുള്ള പറയാണത്, ഇസ്ലാമിക്ക് വരുന്നതിന്റെ മുമ്പ് നീ നേർച്ചയാക്കിയോ, നാ ഔഫി ബെനദിരിക്, ആ നേർച്ച നീ വീട്ടിക്കോ എന്ന് പറഞ്ഞു റസൂലുള്ള. ഇപ്പൊ ഇവിടെ നമ്മളെ മുറാക്കിബും മറ്റോലൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ, അത് മൂപ്പരിക്ക് ഒരു ഇളവാണ് കൊടുത്തതാണ് ഉമറുൽ ഫാറൂഖിന് റസൂലുള്ളേ. കാരണം എന്താ, ജാഹിലിയ കാലത്തുള്ള ഉമറുൽ ഫാറൂഖും ടീമും അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല, അവരുടെ ഇലാഹുകൾ ബിംബങ്ങളായിരുന്നു എന്നാണ് ഈ മുറാക്കിബും ടീമും പറഞ്ഞത്. എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്, നീ അന്ന് നേർച്ചയാക്കിയത് ഇപ്പൊ വീട്ടിക്കോന്ന്. അന്ന് നേർച്ചയാക്കി എന്തിനാ, ഓല ബിംബങ്ങൾക്കല്ലേ നേർച്ചയാക്കിയത്. ഇപ്പൊ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനോട് റസൂലുള്ള എന്താ പറയുന്നത്, ഒരു അളവ് കൊടുത്തു തരേ മുറാക്കിബ് പറഞ്ഞ്, നബി ഒരു അളവ് കൊടുത്തിക്കാണ് എന്തിന്, ബിംബാരാധന ഉമറുൽ ഫാറൂഖിന് കെൽമല്ലീന്റെ ശേഷം നടത്താനേ. എന്താ ഇപ്പൊ ഇതിനൊക്കെ പറ്റി പറയാം. ഏതായിരുന്നാലും പോട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറുൽ ഫാറൂഖിനോട് നേർച്ച വീട്ടിക്കോ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് വേറെ ഹദീത്തുകളിൽ കാണാം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്ത് ബുഖാരിയിലൊക്കെ ഉണ്ടത്. എന്താണ്, റസൂൽ അബൂ ഹുറൈറ റളിയല്ലാഹു പറയാ, റസൂല പറഞ്ഞിട്ടുണ്ട്, ലാ തുന്ദിറു, നിങ്ങൾ നേർച്ചയാക്കരുതേ, فإن النذر لا يغني من القدر شيئا وإنما يستخرج به من البخيل. നേർച്ച കൊണ്ട് അള്ളാന്റെ കതിർന്ന് ഒന്നിനെയും തട്ടിക്കളയാൻ കഴിയൂല. നേർച്ച എന്നുള്ളത് പിശുക്കന്മാരിൽ നിന്ന് കാശ് പുറത്തിറക്കാനുള്ള ഒരു പ്രക്രിയയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നേർച്ചനെ റസൂലുള്ള പ്രോത്സാഹിപ്പിച്ചില്ല. ഇവിടെ എന്താ പറഞ്ഞത്, അള്ളാന്റെ കതിർന്ന് ഒന്നിനെയും നീക്കിക്കളയില്ല, തട്ടിക്കളയില്ല. എന്താ പറയാ, അരക്കന്മാരിൽ നിന്ന് പൈസ ഇറക്കാനുള്ള സംവിധാനമാണ്. അപ്പൊ എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഒരു കാര്യത്തെ നേർച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് പരലോകത്ത് കൂലിയിട്ടാനാ നേർച്ചയാക്കേണ്ടത്, മനസ്സിലായില്ലേ. ഒരു കാര്യത്തെ മറ്റൊന്നുമായി ബന്ധപ്പെടുത്തി അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇത് ചെയ്യാം. അതായത് ഞാൻ 10ാം ക്ലാസ്സിൽ എൻ്റെ കുട്ടിക്ക് ഫുൾ A+ ആണെങ്കിൽ ഞാൻ ഒരു കോയിനെ അറുത്ത് കൊടുത്ത് മോലിയാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നേർച്ചയാക്കി എന്നൊരു തള്ള തീരുമാനിച്ചു കൂട്ടിക്കോളി. അപ്പൊ അങ്ങനെ നേർച്ചയാക്കി കഴിഞ്ഞാൽ റസൂലുള്ള പറയാം, അള്ളാന്റെ കലാവിനെ പിന്നെ തട്ടിക്കളയാൻ അതുകൊണ്ട് കഴിയൂല. അത് പിശുക്കന്മാരിൽ നിന്ന് കാശ് പുറത്തിറക്കാനുള്ള പ്രക്രിയയാണ് ആ നേർച്ച. അതിനെ റസൂലുള്ള നിരുത്സാഹപ്പെടുത്തി, ലാ തുന്തിറു, നിങ്ങൾ അങ്ങനെ നേർച്ചയാക്കണ്ടെന്നാ പറഞ്ഞത്, മനസ്സിലായില്ലേ. ഇത് മുസ്ലിമിലെ ഹദീസാണ്. ഈ ബുഖാരിയിലും തന്നെ ഇതേപോലെ തന്നെ കാണാം. എന്ത്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാം, നഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൻ നദർ, റസൂലുള്ള നേർച്ചയെ വിരോധിച്ചു. എന്നിട്ട് നബി എന്താ പറഞ്ഞത്, ഇന്നഹു ലാ യറുദ്ദു ശൈഅൻ വലാകിന്നഹു യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ. നേർച്ച കൊണ്ട് ഒന്നിനെയും തട്ടിക്കളയാൻ ഒരു വിപത്തും തട്ടിയേക്കൂല. എന്താണ്, മക്കളെ എവിടേക്കെങ്കിലും പോവുകയാണ്, ദൂരം വൈകി യാത്ര പോവുകയാണ്, വേറെ അപകടം കൂടാതെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞിരായി മൂലിയാരെ പേരിൽ ഒരു കോയിനെ നേർച്ചയാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ പാമ്പിന്റെ ശല്യം വരാതിരിക്കാൻ വേണ്ടി ഞാൻ റിഫായ് ഷേഖിന്റെ പേരിലൊരു കോയിനെ നേർച്ചയാക്കിയിട്ടുണ്ട്. ഇപ്പൊ നെടിയിരിപ്പ് കൊണ്ടോട്ടി ഭാഗത്തൊക്കെ റിഫായ് പിന്നെ പാമ്പിന്റെ ശല്യം വരാതിരിക്കാൻ വേണ്ടി സുലൈമാൻ നബിന്റെ പേരിലും കുഞ്ഞിരായി മൂലിയാരെ പേരിലും നേർച്ചയാക്കല. അപ്പൊ ഏതായിരുന്നാലും ആ നേർച്ച തനി ഹറാമ്, തെറ്റിട്ടോ, അത് തെറ്റാണ്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെയല്ല. ഒരാൾ എന്ത് ചെയ്തു, എത്തിയും കുട്ടിയാൾക്ക് ഇത്ര കാശ് കൊടുക്കാൻ നേർച്ചയാക്കി, ഇന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ നല്ല രൂപത്തിൽ നേർച്ചയാക്കിയാൽ റസൂലുള്ളാഹി അതിനെ നിരുത്സാഹപ്പെടുത്തുക ചെയ്ത്, മനസ്സിലായില്ലേ. എന്നിട്ട് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസുകളായ പണ്ഡിതന്മാർ ഹാഫിളുദ്ദീൻ അത് വിശദീകരിക്കുകയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വിലക്കിയത്, പിന്നെ ഇങ്ങനെ നബി പറയാൻ കാരണം എന്താണെന്നറിയോ, ഇന്നമാ വജ്ഹുൽ ഹദീസി അന്നഹു ഖദ് അലമഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, അന്ന ദാലിക അംറുൻ ലാ യജുറു ലഹും ഫിൽ ആജിലി നഫൻ വലാ യസ്രിഫു അന്നും ളുറൻ വലാ യുഗയ്യിറു ഖലാഅൻ. ഇങ്ങനെയുള്ള നേർച്ചകൾ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നേർച്ചയാക്കരുത് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉപകാരം നേടിയെടുക്കാനോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനോ കൊണ്ട് കഴിയൂല എന്നാണ് നബിയ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് നബി പറഞ്ഞത് ലാ തുന്തിറൂ എന്ന് പറഞ്ഞത്. അതായത് അലാ അന്നക്കും തുദരിക്കൂന ബിൻ നദിരി ശൈഅൻ ലൻ യുഖദ്ദിറുഹുല്ലാഹു ലക്കും, അള്ളങ്ങൾക്ക് കണക്കാക്കാത്ത ഒന്നും നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടും നിങ്ങൾ ആരെങ്കിലും വിചാരിക്കണ്ടോ, അങ്ങനെ നിങ്ങൾ നേർച്ചയാക്കേണ്ടതാണ്. ഔ തസ്രിഫു ബിഹി അൻകും മാ ഖദ്ദറഹു അലൈക്കും, അള്ളങ്ങൾക്ക് കണക്കാക്കി ഒന്ന് തട്ടി നീക്കപ്പെടും ഈ നേർച്ച കൊണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ, അങ്ങനെ നിങ്ങൾ ചെയ്യണ്ട. ഫൈദാ നദർതും ഫഖ്റുജു ബിൽ വഫാഇ ഫഇന്നല്ലദീ നദർതുമുഹു ലാസിമുൽ ലക്കും.
നിങ്ങൾ ഏതായിരുന്നാലും നേർച്ചയാക്കിയാൽ നിങ്ങൾ അത് വീട്ടിക്കോ കേട്ടോ. നിങ്ങൾ നേർച്ചയാക്കിയത് നിങ്ങൾക്ക് നിർബന്ധമായ കാര്യമാണ്. അപ്പൊ നബി അത് നിരുത്സാഹപ്പെടുത്താൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരാളിങ്ങനെ എനിക്ക് അത് കിട്ടിയാൽ ഞാൻ അങ്ങനെ ചെയ്യുന്നു നേർച്ചയാക്കിയാൽ ആ നേർച്ച വീട്ടൽ നിർബന്ധം, പക്ഷെ അതുകൊണ്ട് ഒരു ഫലം കിട്ടൂല റസൂലുള്ള പറഞ്ഞിരിക്കുക. അതേപോലെ നേർച്ചയില് ഒരിക്കലും വീട്ടാൻ പാടില്ലാത്ത നേർച്ചകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരാൾ ഞണ്ടും കറിയും കള്ളും കുടിക്കാൻ നേർച്ചയാക്കിയാൽ പാടില്ല. ഇമാം ബുഖാരിയുടെ ഹദീത്താണത്. ഇതാണ് മൻ നദറാൻ യുത്തി അല്ലാഹ് ഫൽയുത്തിഹു വൻ നദറാൻ യഅസിയഹു ഫലാ യഅസി. അള്ളാഹ്ക്ക് എതിർ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ച നേർച്ചയാക്കിയാൽ ചെയ്യരുത് കേട്ടോ. ഒരു ദിവസം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്ത് കാണാം. സിയാദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇബ്നു ഉമറിനോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, നദർതു അൻ അസൂമ കുല്ല യൗമി സലാസ ഔ അർബിയ. എൻ്റെ ജീവിതകാലത്ത് മുഴുവനും എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ നോമ്പ് വലിക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നതാണ്. എല്ലാ ചൊവ്വാഴ്ച, ഇനി മരണം വരെ മുഴുവൻ ചൊവ്വാഴ്ചയും ഞാൻ നോമ്പ് വെക്കാൻ നേർച്ചയാക്കിയാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് അദ്ദേഹം പറയാം, അപ്പൊ ഇന്ന് നോക്കുമ്പോ ഇന്നത്തെ ചൊവ്വാഴ്ച പെരുന്നാളാണല്ലോ. അപ്പൊ ഞാൻ ഈ നേർച്ചയാക്കിയത് പെരുന്നാൾ നോമ്പ് വലിക്കലെ ഹറാമും അല്ലേ? ഞാൻ നേർച്ചയാക്കിയ ചൊവ്വാഴ്ചയാണ്, ചൊവ്വാഴ്ചയും പെരുന്നാളും ഒത്തു വന്നിക്കല്ല, ഞാൻ എന്താ കാട്ടുക വെച്ചു ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട്. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു പറയാം, അമറല്ലാഹു ബിവഫാഇൻ നദർ, റസൂലുള്ളാഹ് അല്ലാഹു തആല നേർച്ച പൂർത്തിയാക്കി വീട്ടാൻ കൽപ്പിച്ചിരിക്കുന്നു. വനുഹീനാ നസൂമ യൗമൻ നഹർ, പെരുന്നാളിന് നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് വിലക്കുകയും ചെയ്തിരിക്കുന്നു. മഹാനവറുകൾ ആവർത്തിച്ച് അങ്ങനെ പറഞ്ഞു കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ പാടില്ല, നേർച്ചയാ വീട്ടാൻ പറ്റുന്നോടത്തേ പറ്റുള്ളൂ എന്നർത്ഥം. അതേപോലെ അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീത്ത് കാണാം, ഒരാൾ റസൂലുള്ളാഹിന്റെ കാലത്ത് വന്നിട്ട് നേർച്ചയാക്കി. അയാൾ പറഞ്ഞെന്താ അറിയോ, നബിയെ ഞാൻ നേർച്ചയാക്കിയത് ബുവാനയിൽ വെച്ചുകൊണ്ട് ഒരു ഒട്ടകത്തെ അറുത്ത് കൊടുക്കാൻ നേർച്ചയാക്കിക്കിട്ടാറ്. ബുവാന എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ജിദ്ദയിൽ നിന്ന് മദീനയിലേക്ക് പോണ റോട്ടില് റാബക്കൊക്കെ കണ്ട് കഴിഞ്ഞാൽ യാമ്പു എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഈ യാമ്പുവിൻ്റെ ബാക്കിലുള്ള സ്ഥലമാണ് ഈ ബുവാന എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ യാമ്പു എന്ന് പറഞ്ഞാൽ റോയൽ കമ്മീഷൻ ഏരിയയാണ്. അവിടെ ഇപ്പോൾ ഇംഗ്ലീഷുകാരുടെയൊക്കെ കേന്ദ്രമാണ്, റിഫൈനറികളുടെയൊക്കെ ഒരു വലിയൊരു കേന്ദ്രമാണ് അവിടെ. സൗദി അറേബ്യൻ്റെ ഒരു സാമ്പത്തിക സ്രോതസ്സാണ്. നല്ല കേന്ദ്ര കാണാനൊക്കെ നല്ല സൗന്ദര്യമൊക്കെ ഉള്ള സ്ഥലമാണ്. അതിൻ്റെ ബാക്കിലുള്ള സ്ഥലമാണ് ബുവാന. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാനൊരു ഒട്ടകത്തെ അറുത്ത് കൊടുക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട് കാരണം. അപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ഹൽ കാനഫിയ വസനമിൻ ഔസാനിൽ ജാഹിലിയത്തി യുഅബദു, എടോ ജാഹിലിയ കാലത്ത് വല്ല ബിംബവും ആ ബുവാനയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നോ? ആ ബിംബത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ടാണ് അറുക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇല്ല നബി, അങ്ങനെയൊന്നുമില്ല. അപ്പൊ നബി ചോദിക്കുക, ഹൽ കാനഫിയ ഈദും മിൻ അയ്യാദിഹിം, ജാഹിലിയ കാലത്തുള്ള ആളുകൾ ഉത്സവം നടക്കണ ഉത്സവ പറമ്പാണോ അത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഇല്ല നബിയാർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഔ ഫീ ബിനദീരിക ഫഇന്നഹു ലാ വഫാ ലിനദീരിൻ ഫീ മഅസിയത്തില്ലാ വലാ ഫീ മാ ലാ യംലിക് ഇബ്നു ആദം. അള്ളാഹ്ക്ക് എതിരില്ലാത്ത കാര്യങ്ങളിൽ നേർച്ചയാക്കാം, അള്ളാഹ്ക്ക് എതിരുള്ള കാര്യത്തിൽ നേർച്ചയാക്കരുതേ, അതുപോലെ നമുക്ക് ഉടമാവകാശം ഇല്ലാത്തതിലും നേർച്ചയാക്കരുതേ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അതേപോലെ അബൂദാവൂദ് കാണാം, ഒരാൾ നേർച്ചയാക്കിയിട്ട് അത് വീട്ടാൻ മൂപ്പരെ കൊണ്ട് ഒരു മാർഗമല്ല. അങ്ങനെ ആയ എന്ത് ചെയ്യണം? കഫാറത്തുന്നതിരി കഫാറത്തുൽ യമീൻ. റസൂലുള്ളാഹി പറയാം, ഒരാൾ നേർച്ചയാക്കിയിട്ട് അത് വീട്ടണില്ലെങ്കിൽ യമീൻ്റെ സത്യം ചെയ്ത് പറഞ്ഞിട്ട് ഒരാൾ ആ സത്യം ചെയ്ത് പറഞ്ഞത് എന്ത് ചെയ്തില്ല, നിറവേറ്റിയില്ല. അപ്പൊ അവിടെ എന്താണോ പ്രായശ്ചിത്തം നൽകേണ്ടത് അത് നേർച്ചന്റെ അവിടെയും പ്രായശ്ചിത്തം നൽകണം. മനസ്സിലായില്ലേ? എന്താ പറഞ്ഞത്? ഒരാള് നേർച്ചയാക്കി, എന്താണ്, ഞാൻ എല്ലാ ദിവസവും സുബഹിക്ക് ഒരു ജുസ് ഖുർആൻ ഓതാൻ നേർച്ചയാക്കിയായിരുന്നു. പിന്നെ മൂപ്പരേക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? അതിന് പ്രായശ്ചിത്തം കൊടുക്കണം. അതിന്റെ പ്രായശ്ചിത്തം എന്താ? സത്യം ചെയ്ത് പറഞ്ഞാലുള്ളതിന്റെ പ്രായശ്ചിത്തം. സത്യം ചെയ്ത് പറഞ്ഞാലുള്ളതിന്റെ പ്രായശ്ചിത്തം എന്താ? ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു തആല പറയുന്നത് സൂറത്ത് മാഇദയുടെ 89-ാമത്തെ ആയത്ത് നോക്കിയാൽ മതി. എന്താണെന്ന് അറിയോ? സത്യം ചെയ്ത് പറഞ്ഞിട്ട് അതിൽ വല്ല മിസ്റ്റേക്കും സംഭവിച്ചാൽ എന്താണുണ്ട്? ഒരാൾ ഒരു കാര്യം സത്യം ചെയ്താണ് പറഞ്ഞു, ശപഥം ചെയ്ത് പറഞ്ഞു, പക്ഷെ എന്നിട്ട് അദ്ദേഹം അത് പാലിച്ചില്ല. അപ്പൊ എന്താണ് അയാൾ ചെയ്യേണ്ടത്? അതിന് അല്ലാഹു പറയാ, ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ അയ്മാനികും വലാകിൻ യുആഖിദുകും ബിമാ അഖദ്തുമുൽ അയ്മാൻ ഫകഫാറത്തുഹു ഇത്ആമു അശറതി മസാകീന മിൻ ഔസതി മാ തുത്ഇമൂന അഹ്ലീകും ഔ കിസ്വതുഹും ഔ തഹരീറു റഖബത്തിൻ ഫമൻ ലം യജിദ് ഫസിയാമു സലാസതി അയ്യാമിൻ ദാലിക കഫാറത്തു അയ്മാനികും ഇദാ ഹലഫ്തും വഹ്ഫളൂ അയ്മാനകും. എന്താ പറഞ്ഞോ?
നിങ്ങൾ അബദ്ധത്തിൽ എന്തെങ്കിലും സത്യം ചെയ്ത് ശപഥം ചെയ്ത് പറഞ്ഞാൽ അതിന് അള്ളാഹു താല നിങ്ങളെ പിടികൂടുന്നില്ല. അതേ സ്ഥാനത്ത് നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബാധ്യതയാണ്, അള്ളാഹു അവിടെ നിങ്ങളെ പിടികൂടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിന് പ്രായശ്ചിത്തം നൽകേണ്ടത് എന്താണെന്ന് അറിയോ? കഫാറത്തു, അതിനുള്ള പ്രായശ്ചിത്തമാകുന്നത് അശറത്തി മസാക്കീന, 10 പാവങ്ങൾക്ക് ഭക്ഷണം നൽകലാണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഔ കിസ്വത്വം, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം നൽകലാണ്. ഔ തഹരീർ റക്കബത്തിന്, അല്ലെങ്കിൽ ഒരു അടിമനെ മോചിപ്പിക്കലാണ്. അതിപ്പോൾ നമുക്കില്ലല്ലോ. ഫമല്ലം യജിദ്, അങ്ങനെ 10 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ മാർഗമല്ല, ഇങ്ങനെ അടിമയെ മോചിപ്പിക്കാൻ മാർഗമല്ലെങ്കിൽ ഫസിയാമു സലാസത്തി അയ്യാമിൻ, അപ്പോൾ പിന്നെ 3 ദിവസം നോമ്പ് വലിക്കലാണ്. ഇങ്ങനെയാണ്, ഇതാണ്. അപ്പോൾ നമ്മൾ നേർച്ചയാക്കിയിട്ട് വീട്ടിലില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ സത്യം ചെയ്താലുള്ള പ്രായശ്ചിത്തം എന്താണോ ആ പ്രായശ്ചിത്തം കൊടുക്കണം. അല്ലേ? ചില ആളുകളൊക്കെ ഭാര്യനോട് ദേഷ്യപ്പെടും, അങ്ങോട്ടും പിന്നെ ബന്ധുക്കാരോടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് അവസാനം എന്താ പറയും? ഞാൻ അള്ള തന്നെയാണ് സത്യം, മേലാൽ ഞാൻ എൻ്റെ വീട്ടിക്ക് കാല് കുത്തൂലെന്നറിയും ചില ആളുകളൊക്കെ ദേഷ്യപ്പെടുത്തി കണ്ട്. അങ്ങനെ പറഞ്ഞാൽ എന്താണുള്ളത് വിധി എന്നറിയോ? അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഓള് പോകണമെങ്കിൽ ലോക്യത്തിൽ അതിൻ്റെ ശേഷം അവസാനം പറയും, എനിക്ക് എൻ്റെ ഉമ്മാനെ ഒന്ന് കാണാൻ വല്ലാത്ത പൂതിന്ന് പറഞ്ഞാട് പോകുകയുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു 10 പാവങ്ങൾക്കുള്ള ഭക്ഷണമായിട്ടാണ് പോകണം. മനസ്സിലായില്ലേ? നീ അവിടെ വെച്ച് കൊടുക്കില്ലെങ്കിലും അല്ല, അവിടുന്ന് വന്നിട്ടായാലും വേണ്ടില്ല, എപ്പോഴും കൊടുക്കണം. നീ അതിന് സാധ്യമല്ല എങ്കിൽ എന്ത് ചെയ്യണം? 10 പാവങ്ങൾക്കുള്ള വസ്ത്രം മേടിച്ചു കൊടുക്കണം. അതിനും കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? 3 ദിവസം നോമ്പ് വലിക്കണം. അപ്പോൾ ഇത് കേൾക്കുന്ന പല ആളുകളും ഈ ലെവലിൽ പല സത്യങ്ങളും ചെയ്തിട്ട് എത്ര ദിവസത്തെ നോമ്പുണ്ടാവുന്നൊന്ന് കണക്ക് കൂട്ടുന്നത് നല്ലതുമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. നമ്മളിപ്പോ ഇതിലൊക്കെ സുന്നി മുജാഹിദും പറഞ്ഞ് തർക്കിച്ച് ഇങ്ങനെ തർക്കമായിട്ട് പോണീന്റെ കൂടെ നമ്മളെ കാര്യം കല്യാണത്തിന്റെ അടിയിൽ കൂടി കാനോത്തി നമ്മൾ മറക്കരുത് കേട്ടോ. വിഷയം പഠിക്കാതെ പോകരുത്. അസ്സലാമു അലൈക്കും.